അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്നേഹിച്ചാൽ അല്ലാഹു ആ അടിമയെ സംരക്ഷിക്കും ഇരുലോകത്തും. സ്വഹീഹായ ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ അഹ്ബബ്തു, ഞാൻ ഒരു അടിമയെ സ്നേഹിച്ചാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. ഞാനൊരടിമയെ സ്നേഹിച്ചാൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും നടക്കുന്ന കാലും പിടിക്കുന്ന കൈയും ഞാനായി മാറും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾക്കൊക്കെ അല്ലാഹു പ്രൊട്ടക്ഷൻ നൽകും. വഇൻ സഅലനീ ലഉഅതിയന്ന, അവൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ നൽകും. വലഇൻ ഇസ്തആദനീ ലഉഈദന്ന, എന്തിൽ നിന്ന് അഭയം തേടിയാലും ഞാൻ രക്ഷപ്പെടുത്തും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം ഒരടിമയിൽ സ്ഥിരപ്പെട്ടാൽ ഉണ്ടാകുന്ന നേട്ടമാണത്. കാത്, കണ്ണ്, കാല്, കൈ ഒക്കെ അള്ളാഹു ആകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് അള്ളാഹുവിൻ്റെ വൻപിച്ചതായൊരു തൗഫീഖ് ആ അടിമക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും, പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അതിനു പുറമെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, അല്ലാഹുവിന് ഇന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് താങ്കളും ആ വ്യക്തിയെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ആ വ്യക്തിയെ പിന്നീട് ജിബ്രീലും സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ, പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണല്ലോ, ആകാശ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അല്ലാഹുവിന് ഇന്ന ഒരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ സ്നേഹിക്കണം. എത്ര മലക്കുകളുണ്ട്! വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം അള്ളാഹുവിനെ അറിയൂ, അത്രയും മലക്കുകളുടെ സ്നേഹമുണ്ടാകും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫീ അഹ്ലിൽ അർദ്, പിന്നീട് ഭൂമിയിലുള്ള ആളുകൾക്കിടയിൽ ആ വ്യക്തിക്ക് അള്ളാഹു ഒരു ഖബൂല്, ഒരു സ്വീകാര്യത അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ ഒരടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം, ജിബ്രീലിൻ്റെ ഇഷ്ടം, സകല മലക്കുകളുടെയും ഇഷ്ടം, നല്ല മനുഷ്യന്മാരുടെ മുഴുവൻ ഇഷ്ടം, അതിനു പുറമെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സ്നേഹം നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റബ്ബിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന്. അതിൽ ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണോ നമ്മൾ എന്ന് പരിശോധിക്കുക. കാരണം ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണല്ലോ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥം. നമ്മൾ ആരെയാണ് ഓർക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിക്റുകളിലെ വർധനവ്. ദിക്റൻ കസീറ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണം. കാരണം അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. ആ ദിക്ർ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് ഓർത്തുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യാണ്? കഴിവിൻ്റെ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ എല്ലാ ദിക്റുകളും, ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ദിക്റുകളിൽ കുറവ് വരുന്നതിനനുസരിച്ച് റബ്ബ് നമുക്കതിൽ തൗഫീഖ് നൽകാത്തത് റഹ്മാനായ റബ്ബിൻ്റെ സ്നേഹത്തിൽ നമുക്ക് കുറവ് വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്.
സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫദ്കുറൂനി അദ്കുറുക്കും. അതാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അപ്പോൾ നാം അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തിരിച്ച് റബ്ബ് നമ്മെ ഓർക്കും. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറയുന്നു, ഇതും ഖുദ്സിയായ ഹദീസാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, ഒരടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെയാണ് അവനോട് വർത്തിക്കുക. വ അന മഅഹു ഹീന യദ്കുറുനി, അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാകും. ഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ഭയങ്കരമായൊരു സ്ഥാനമാണത്. ഒരടിമ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ എൻ്റെ നഫ്സിൽ ഞാൻ അവനെ ഓർക്കും. അള്ളാഹു പറയാണ്, എൻ്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും. ആരാണ് ഈ പറയുന്നത്? ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു, അത്യുന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനായ, തുല്യതയില്ലാത്തവനായ, ഏറ്റവും വലിയവനായ, 7 ആകാശങ്ങളുടെ മേൽ അർശിലുള്ള റഹ്മാനായ റബ്ബ് പറയാണ്, എൻ്റെ നഫ്സിൽ ഞാൻ ആ അടിമയെ ഓർക്കും. എവിടെയുള്ള അടിമയെ? നിങ്ങളൊന്ന് യൂട്യൂബിലോ മറ്റോ ഒന്ന് എടുത്തു നോക്കൂ. യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം എന്താണ്? യൂണിവേഴ്സിൽ ഭൂമിയുടെ സ്ഥാനം, ആ ഭൂമിയിൽ, ആ ഭൂമി പോലും കാണാൻ കഴിയില്ല യൂണിവേഴ്സിൽ, രേഖപ്പെടുത്താൻ പോലും മാപ്പിലില്ല. അത്രയും ചെറിയ ഭൂമിയിലെ നിസ്സാരനായ ഒരു ജീവിയെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ നഫ്സിൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച സ്ഥാനമാണത്. അത് ദിക്ർ ചെല്ലുന്ന ആളുകൾക്കത് ഉണ്ടാകുന്നതാണ്. അത് റബ്ബിൻ്റെ ഓഫറാണ്. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ ഞാൻ എൻ്റെ നഫ്സിൽ നിങ്ങളെ ഓർക്കാം. ഇനി നിങ്ങളൊരു സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് പറഞ്ഞാൽ മലഉൽ അലയിൽ നിങ്ങളെക്കുറിച്ച് പറയാം. മലക്കുകളുടെ ഉന്നത സദസ്സിൽ വെച്ച് ആ അടിമയുടെ പേരെടുത്ത് അള്ളാഹു പ്രശംസിക്കുന്നതാണ്. ഇന്ന നാട്ടിലെ ഇന്ന ആളുടെ മകനായ ഇന്നാൾ എന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ് അള്ളാഹു അവരെ പ്രശംസിക്കുന്നതാണ്. അതെത്ര വലിയ സ്ഥാനമാണ് എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കണിശത, പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലൈഹി മിമ്മ ഫ്തറർതുഹു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ കാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നവരെ അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. അതിൽ തന്നെ ഉലമാക്കൾ പറഞ്ഞു, നമസ്കരിക്കുക എന്നത് വേറെ, നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തുക എന്നത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. നമസ്കരിക്കുന്നവർ എമ്പാടും ഉണ്ടാകാം, പക്ഷെ നമസ്കാരമാണ് എൻ്റെ റാഹത്ത്, നമസ്കാരമാണ് എൻ്റെ കൺകുളിർമ എന്ന് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ? എങ്കിൽ അറിയുക അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? യാ ബിലാൽ അഖ്മിസ് സ്വലാ അരിഹ്നാ ബിഹാ. ബിലാൽ ഇഖാമത്ത് കൊടുക്കൂ, അരിഹ്നാ ബിഹാ ഐ ബിസ്വലാ, നമസ്കാരത്തിലൂടെ റാഹത്ത് തരൂ. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ പലരുടെയും ഭാവം എങ്ങനെയാണ്? അരിഹ്നാ മിനസ്സലാ, നിസ്കാരത്തിന് റാഹത്ത് തരൂ. എന്താണ്, എത്ര മിനിറ്റാ നമസ്കരിക്കുന്നത്? റാഹത്തില്ല. 2 ആയത്ത് കൂടുമ്പോഴേക്ക് റാഹത്തില്ല. സുജൂദിലൊന്ന് കൂടുമ്പോഴേക്ക് റാഹത്തില്ല. റുക്കൂഇന് ദൈർഘ്യം കൂടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുകയാണ്. അതേ സമയത്ത് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ച് വേണമെങ്കിൽ മണിക്കൂർ വരെ ഇരിക്കാം, ഒരു പ്രശ്നവുമില്ല. അതല്ലെങ്കിലും വേവാൻ സമയം എടുക്കൂലേ? റാഹത്ത്, മനസ്സിന് സമാധാനമായി. എന്നാൽ നമസ്കാരത്തിലോ റാഹത്ത് ലഭിക്കും. എങ്ങനെയെങ്കിലും നമസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അറിയുക, അപകടമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. മറിച്ച് നമസ്കരിക്കുമ്പോൾ അതിനോടൊരു തൃപ്തി തോന്നണം, ഇഷ്ടം തോന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കൺകുളിർമ നമസ്കാരത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്, റബ്ബിൻ്റെ തൗഫീഖ് വേണം.
അപ്പം നമസ്കരിക്കുക എന്നതിനപ്പുറത്ത് നമസ്കാരത്തോടൊരു പ്രിയം, ഒരു സ്നേഹം, ഒരു ഇഷ്ടം ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതല്ല നമസ്കാരം ഒരു ഭാരമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള എന്തോ ഒരു സംഗതിയാണ്. എന്നാൽ വിശ്വാസികൾക്ക് അത് റാഹത്തുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അടയാളം നമ്മളിലുണ്ടോ, ഇല്ലെങ്കിൽ അത് ആത്മാർത്ഥമായി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. മൂന്നാമത്തത്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ പതിവായി നമസ്കരിച്ച് വരുന്ന ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല, പതിവായി ചെയ്തു വരുന്ന ഒരു ദിക്റ് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ ഹാവു കഴിച്ചിലായി എന്നാണോ വിചാരിക്കുന്നത്? അതല്ല, അതിൻ്റെ പേരിൽ വല്ലാത്തൊരു വിഷമമാണോ നമുക്ക് തോന്നുന്നത് നോക്കുക. പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും ഇബാദത്തുകളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും തിരിച്ച് റബ്ബ് അയാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും അടയാളമാണ് സൽക്കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ അയാൾക്ക് വലിയ ദുഃഖമുള്ള കാര്യമായിത്തീരും. ഒരു അസറിൽ കാണാം, അതിൻ്റെ സ്വഹത്തിനെ കുറിച്ച് എനിക്കറിയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസർ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൊന്ന് കയറി, ഈത്തപ്പന തോട്ടത്തിൽ കയറി ഇറങ്ങി അദ്ദേഹം പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ തോട്ടത്തിൽ കയറിയിട്ട് അസർ നമസ്കാരം, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ, അപ്പോൾ തന്നെ അത് സദഖയായി നൽകുന്ന ഇതിൻ്റെ കഫാറത്തായിട്ട് ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. കാരണം അത്രയും അവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇതേപോലെയുള്ള നന്മകൾ നഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ രാത്രിയിലെ വിർദ്, അഥവാ രാത്രിയിൽ ഒരു നിശ്ചിത അധ്യായം ഓതിയിട്ട് രാത്രി നമസ്കരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണം കൊണ്ട്, രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ ക്ഷീണം കാരണത്താലോ ഉറങ്ങിപ്പോയാൽ ആ രാത്രി നമസ്കാരം പകൽ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇരട്ടയാക്കി അവസാനിപ്പിക്കണം. എന്തിനാണത്? ആ സങ്കടമില്ലാതാവാൻ വേണ്ടിയാണ് വിശ്വാസികൾക്ക്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ ഒരു നല്ല കച്ചവടക്കാരനാണെങ്കിൽ ഒരു സീസൺ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ സങ്കടപ്പെടും. ഒരു ബാഗ് ഒരാൾ കടയിൽ വന്ന് ചോദിച്ചു, അപ്പോൾ കൊടുക്കാൻ ആ ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നഷ്ടം പറയുന്നത് കാണാം. എന്താ കാരണം? കച്ചവടം ലാഭം ഉണ്ടാക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പറഞ്ഞു തരാം, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന കച്ചവടം. ആ കച്ചവടത്തിൽ നഷ്ടം വരുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഭൗതികമായ കച്ചവടത്തിൽ നഷ്ടം വരുന്നതും ചാൻസ് നഷ്ടപ്പെടുന്നതും നമ്മെ ദുഃഖിപ്പിക്കുന്നു. അതാ ഇഷ്ടവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നാം എന്തിനെ സ്നേഹിക്കുന്നു അതിനനുസരിച്ചാണ് കുറ്റബോധവും ദുഃഖവും ഉണ്ടാകുന്നത്. അമലുകൾ നഷ്ടപ്പെടുന്നതിൽ കുറ്റബോധം തോന്നുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അറിയുക, റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു. കാരണം അത്തരം ആളുകൾ അതിനെ എന്ത് ചെയ്യും? മറികടക്കാൻ ശ്രമിക്കും. ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തതാണ്. മദീനയിലുള്ള ഒരു ആലിമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരൊറ്റ ഫജ്റും നഷ്ടപ്പെടാറില്ല, എല്ലാ ഫജ്റിലും ഉണ്ടാകും. പക്ഷേ ഏതോ ഒരു ദിവസം എന്തോ ഒരു കാരണത്താൽ ക്ഷീണം കൊണ്ടോ മറ്റോ അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തുലൂഉ ശംസായിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ശേഷമാണ് എഴുന്നേറ്റത്. അദ്ദേഹം പറയാണ്, കുറ്റബോധം കൊണ്ട് അങ്ങനെ അദ്ദേഹം മദീന പള്ളിയിലേക്ക് ഉടനെ തന്നെ വന്നു എന്നാണ്. എന്നിട്ട് പള്ളിയിലിരുന്നു. ഇശാഇന് ശേഷമാണ് അന്ന് പിന്നെ വീട്ടിലേക്ക് പോയത്. ഇശാ വരെ പള്ളിയിലിരുന്നു, ഇബാദത്തുകൾ തന്നെ, ദിക്റുകളും ദുആകളും ഖിറാഅത്തുമായി അദ്ദേഹം ഇശാ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. നോക്കൂ, ആ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടത്. ഉറങ്ങിയവർക്ക് ഉദുറുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരിക്കൽ ഉറങ്ങിപ്പോയി. ഇതേപോലെ സൂര്യൻ അടിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ക്ഷീണം കൊണ്ട്. എന്നാലും അതിനെ വീണ്ടെടുക്കുകയാണ്. ആ വീണ്ടെടുക്കാൻ നമുക്ക് തോന്നുന്നത് ഈ ഇഷ്ടമാണ്. അത് റബ്ബിന് നമ്മെ ഇഷ്ടമാണ് എന്നതിൻ്റെ അടയാളമാണ്. നേരെ മറിച്ച് നമുക്കതിലൊരു വിഷമവുമില്ല, ഹൈറാത്തുകൾ നഷ്ടപ്പെടുന്നതിൽ ഒരു ഖേദവുമില്ലെങ്കിൽ അറിയുക റഹ്മാനായ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടത്തിൽ ചില വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുള്ള സുന്നത്തുകളോടുള്ള അമിതമായ സ്നേഹം. ഈ സ്നേഹം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ്. എന്താണ് തെളിവ്? സൂറത്തു ആലി ഇമ്രാനിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യൂ, എന്നെ ഫോളോ ചെയ്യൂ, യുഹ്ബിബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ എന്ത് വേണം? ഫത്തബിഊനി, നബിയുടെ സുന്നത്തിനെ പിൻപറ്റണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് നമ്മുടെ സമീപനം എന്താണെന്ന് ചിന്തിച്ചാൽ മതി. നാം സാധാരണ നിലക്ക് പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ഏത് സുന്നത്താണ് പലപ്പോഴും നാം തേടിപ്പിടിച്ച് പഠിച്ച് അമലാക്കുന്നത്? സഹാബികൾ അങ്ങനെയായിരുന്നില്ല. അവർ അന്വേഷിക്കായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്തത്, അതേപോലെ ചെയ്യാൻ അവർ താല്പര്യം കാണിച്ചിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കാരത്തിന് വിളിച്ചു, എന്നെയും കൊണ്ടുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ വ്യക്തി ഫഖറബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ്സൻ വമറഖൻ ഫീഹി ദുബ്ബാഉൻ വഖദീദുൻ, ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. എന്താണ്? ഖുബ്സ് ഉണ്ട്, കറിയുണ്ട്, അതേപോലെ തന്നെ അതിൽ ചുരങ്ങയുണ്ട്, അതേപോലെ തന്നെ ഖദീദ്, ഉണങ്ങിയ മാംസവുമുണ്ട് എന്ന് പറഞ്ഞാൽ സെരീദ് പോലെയുള്ള ഫുഡ്. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതതബ്ബഉ ദുബ്ബാഅ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്ലേറ്റിൽ നിന്ന് ദുബ്ബാ അഥവാ ഈ ചുരങ്ങയുടെ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞു പിടിച്ച് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പച്ചക്കറികളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അതിങ്ങനെ തെരഞ്ഞു പിടിച്ച് അത് മാത്രം കഴിക്കുന്നത് കണ്ടപ്പോൾ ഫലം അസൽ ഉഹിബ്ബു ദുബ്ബാഅ മിൻ യൗമഇദിൻ, അന്ന് മുതൽ എനിക്ക് ഈ ചുരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, അതുവരെ അദ്ദേഹത്തിന് അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് തോന്നിയപ്പോൾ അന്ന് മുതൽ അതിനെ സ്നേഹിക്കണം. അതൊരു ദീനീ കാര്യമൊന്നുമല്ല. എന്നിട്ട് പോലും നബിയോടുള്ള ആ മഹബത്ത്, ആ ഇഷ്ടം ഈ ഒരു വിഷയത്തിലാണെങ്കിൽ ദീനിൻ്റെ വിഷയത്തിൽ എത്രമാത്രം വലിയൊരു ഫോളോവിങ് ഉണ്ടാവും, എത്രമാത്രം വലിയൊരു അനുകരണം ഉണ്ടാകും. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അതേപോലെ നമ്മെക്കൊണ്ട് കഴിയുന്നത്ര എല്ലാം നമുക്ക് സാധിക്കുകയില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതു, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത്തരം സുന്നത്തുകളെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും. അത് റഹ്മാനായ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു അടയാളമാണ്. അഞ്ചാമത്തത് സുന്നത്തായ ഐച്ഛികമായ ഇബാദത്തുകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരത്തിൻ്റെ കൂടെ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ഫർളായ നോമ്പിൻ്റെ കൂടെ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട്. ഫർളായ സക്കാത്തിൻ്റെ കൂടെ സദഖയുണ്ട്. ഫർളായ ഹജ്ജിൻ്റെ കൂടെ സുന്നത്തായ ഹജ്ജുകളും ഉംറയുമൊക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് നവാഫിലുകളുണ്ട്. ആ നവാഫിലുകൾ ഹദീസിൽ വന്നത് വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഈ നവാഫിലുകളെ നമ്മൾ പതിവാക്കുക. അൽഹംദുലില്ലാ, പല ആളുകൾക്കും നവാഫിൽ ഫർള് പോലെയാണ്. അത് നല്ലൊരു അടയാളമാണ്. അൽഹംദുലില്ലാ. അഥവാ ഫജ്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാത്തൊരു ഫജ്ർ നിസ്കാരം അവർക്ക് അറിയില്ല. ലുഹറിൻ്റെ മുമ്പ് 4 റക്അത്തും അതിനുശേഷം 2 റക്അത്തും ഇല്ലാത്തൊരു ലുഹർ നമസ്കാരം അവർക്ക് അറിയില്ല. മഗ്രിബിന് ശേഷം ഒരു 2 റക്അത്ത് നമസ്കരിക്കാതെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. ഇശാന് ശേഷം ഒരു 2 റക്അത്തില്ലാതെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റൂല. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് അവർക്ക് നോൽക്കാതിരിക്കാൻ പറ്റൂല. എന്നിങ്ങനെ സദഖയും അതേപോലെ ഇടക്കിടക്കുള്ള ഉംറകളും ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഐച്ഛികമായ കാര്യങ്ങളോടുള്ള വമ്പിച്ചതായ ഒരു താല്പര്യം അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. ആ വക കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ആറാമത്തത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ച് ഒരാളെ സ്നേഹിക്കുക.
അങ്ങനെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികമായ ഒരു താല്പര്യമില്ല. കച്ചവടം, ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു കച്ചവട ബന്ധമുണ്ട്, അല്ലെങ്കിൽ വിവാഹ ബന്ധമുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങളൊന്നുമില്ല. മറിച്ച് ആ വ്യക്തി തൗഹീദുള്ള ആളാണ്, ഞാനും തൗഹീദുള്ള ആളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മനഹജിനെ പിൻപറ്റുന്ന ഒരാളോടുള്ള മനസ്സിലെ മഹബ്ബത്ത് റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അബൂ ഇദ്രീസിൽ ഖൗലാനി താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഷാമിൽ ഡമസ്കസിലെ പള്ളിയിലിരുന്നപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. ഷാബാണ്, യുവാവാണ്. ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലിരിക്കുന്നു. തേനീച്ച കൂടിയതുപോലെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നതുമായി ഓടുകയാണ് എല്ലാവരും. എന്താണ്? ഇൽമാണ് കൊടുക്കുന്നത്, വേറെ ഒന്നും വിതരണം ചെയ്യല്ല. അറിവ് ഇങ്ങനെ പകർന്നു കൊടുക്കുക. കിട്ടിയ അറിവുമായി ഓരോ ആളുകൾ പോവുക, അടുത്ത ആൾ വരിക. അപ്പം ഞാൻ ഈ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയി അദ്ദേഹത്തെ കാണാൻ വേണ്ടി. എല്ലാവരും വരുന്നതിന് മുമ്പ് നേരത്തെ പോയി. പക്ഷെ അദ്ദേഹം എന്നേക്കാൾ നേരത്തെ വന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമസ്കാരത്തിലാണ്. നമസ്കാരം തീരുന്നത് വരെ ഞാൻ കാത്തുനിന്നു. അങ്ങനെ കാത്തുനിന്നു. അപ്പോൾ ആളാരാണ്? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിന് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ സഹാബിയാണ് ആര്? യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. മുആദേ, റബ്ബിൻ്റെ മാർഗത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. ആളെ മനസ്സിലായി. ഫസല്ലംതു അലൈഹി, സലാം പറഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണേ, ഇന്നി ല ഉഹിബ്ബുക ലില്ലാഹ്, റബ്ബിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നോക്കൂ, ലില്ല, പടച്ച റബ്ബിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വേറൊരു ബന്ധവും നമ്മൾ തമ്മിലില്ല. അദ്ദേഹം ചോദിച്ചു, ഫഖുൽതു അലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി? അതെ. അലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി? അതെ. അലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി? അതെ. 3 തവണ ആവർത്തിച്ച് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅഖദ ബിഹുബുവതി റിദാഇ ഫജബദനി ഇലൈഹി, എൻ്റെ തട്ടം പിടിച്ച് എന്നെ അദ്ദേഹത്തിലേക്ക് ചേർത്തിങ്ങോട്ട് പിടിച്ചു. തട്ടം പിടിച്ച് വലിച്ച് അദ്ദേഹത്തിലേക്ക് ചേർത്തിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അബ്ശിർ, സന്തോഷിച്ചോളൂ. കാരണം ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി, എൻ്റെ സ്നേഹം വാജിബായിരിക്കുന്നു. ആർക്ക്? ലിൽ മുതഹാബീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക്. വൽ മുതജാലിസീന ഫിയ, എൻ്റെ മാർഗത്തിൽ കൂടിയിരുന്നവർക്ക്. വൽ മുതസാവിരീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സിയാറത്ത് നടത്തിയവർക്ക്. വൽ മുതബാദിലീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം കൈമാറിയവർക്ക്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച് കൂടെയിരുന്ന് പരസ്പരം കാണാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾക്ക്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തി സാറ അഖല്ലഹു ഫീ ഖറയത്തിൻ ഉഖ്റാ ഫഅർസദല്ലാഹു ലഹു അലാ മദ്റജതിഹി മലകാ. ഒരു വ്യക്തി മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെയും കൂടി പറഞ്ഞയച്ചു, ചെല്ലാൻ പറഞ്ഞു, മനുഷ്യരൂപത്തിൽ. അങ്ങനെ ഫലമാ അതാ അലൈഹി ഖാല ഐന തുരീദ്, മലക്ക് ചോദിക്കാണ്, മനുഷ്യരൂപത്തിൽ വന്നിട്ട് ചോദിക്കാണ്, എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉരീദു അഖല്ലി ഫീ ഹാദിഹിൽ ഖറിയ, ആ നാട്ടിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, അവിടേക്ക് പോവാണ്. ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബ്ബുഹ, എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കാണ്ടോ, ഭൗതികമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ലാ ഗൈർ ഇന്നി അഹ്ബബ്തുഹു ഫില്ലാഹ്, റബ്ബിൻ്റെ മാർഗത്തിൽ എനിക്കിഷ്ടമാണ് അയാളെ, അതുകൊണ്ട് കാണാൻ പോവാണ്, വേറെ ഞങ്ങൾ തമ്മിൽ യാതൊരു സംഭവങ്ങളുമില്ല. ഖാൽ, അപ്പോൾ ആ മലക്ക് പറയാണ്, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, അല്ലാഹു താങ്കളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു, ദൂതനായി റസൂലായി അയച്ചിരിക്കുന്നു. ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീ, താങ്കൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിഗണിച്ചത്. ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത ഭൂമിയിൽ വന്ന് മരിക്കുന്നതിന് മുമ്പ് മലക്ക് വന്നിട്ട് പറഞ്ഞു തരിക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ, ചില റിവായത്തിലുണ്ട് പിന്നീട് അത് ആകാശത്തേക്ക് കയറിപ്പോകുന്നത് അദ്ദേഹം കണ്ടു എന്ന്. എത്ര സന്തോഷമുള്ളൊരു കാഴ്ചയാണത്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ, പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ മാർഗത്തിലാവുക. ദുനിയാവിലെ വിഭവങ്ങളൊക്കെ ക്ഷണികമാണ്, അത് ഇന്നുണ്ടാവും നാളുണ്ടാവില്ല, അതൊക്കെ നശ്വരമാണ്. അനശ്വരമായി നിലനിൽക്കുന്നത് റബ്ബിൻ്റെ പ്രതിഫലം മാത്രമാണ്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഏഴാമത്തത്, രണ്ടെണ്ണം കൂടി പറയാം. ഏഴാമത്തത് ദുനിയാവിനോടുള്ള വിരക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ ദുല്ലനി അല അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം ഒരുപോലെ നേടിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബക്കല്ലാഹ്. ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളതിനോടും വിരക്തി കാണിക്കുക, എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടേത് കൈക്കലാക്കണമെന്ന ചിന്തയോ അസൂയയോ ഒന്നും ഉണ്ടാവരുത്. അതുണ്ടാവണമെങ്കിൽ ആദ്യം പറഞ്ഞത് ഉണ്ടാവണം. എന്താണ്? ദുനിയാവിനോട് വിരക്തി. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താണ്? ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി അല്പം ഇരുന്നത് പോലെയാണ് ഈ ദുനിയാവ്. എഴുന്നേറ്റ് ഏത് സമയവും പോകണം. ആരെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഫ്ലാറ്റ് കെട്ടി താമസിക്കുമോ? ഇല്ല. ആ കിട്ടിയ മണ്ണിൽ കയ്യും വെച്ച് കിടന്നുറങ്ങുക എന്നല്ലാതെ എന്നതുപോലെയേ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ. നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ്. ഒരു നിശ്ചിത സമയത്ത് നമ്മളിവിടെ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇല്ലല്ലോ. നമ്മൾ വന്നു, കുറച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കാണുകയുമില്ല. നമ്മളൊരു യാത്രക്കാർ മാത്രമാണ്. അതിനപ്പുറത്ത് എന്താണ് ഈ ദുനിയാവ്? വലിയ വലിയ മാളികകളൊക്കെ കെട്ടിയിട്ട് ഒരു രാത്രി പോലും അതിൽ കിടന്നുറങ്ങാൻ പറ്റാത്തവരുണ്ട്. ഒറ്റ രാത്രി പോലും തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയേ ദുനിയാവ്. നമുക്കറിയാവുന്ന എത്ര ആളുകളാണ് ഈ ആഴ്ചയിൽ തന്നെ, എത്ര മരണവാർത്ത ഒക്കെ നമുക്കറിയാവുന്ന പ്രിയപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവാണ്. നമസ്കരിക്കുമ്പോൾ മരിച്ചു പോകുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മരിച്ചു പോകുന്നു. അതുകൊണ്ട് ദുനിയാവിനോട് വിരക്തി റബ്ബിൻ്റെ ഇഷ്ടം നേടിത്തരും. അഖീറൻ, അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിൻ്റെ കൂടെ അയച്ചു. ഇമാമ് നിൽക്കാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം എല്ലാ റക്അത്തിലും ഒരു നിശ്ചിത സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ എൻഡ് ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. ഉദ്ദേശിച്ച സൂറത്ത് ഓതും, അതിനുശേഷം പിന്നീട് ബിസ്മി ചൊല്ലി ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വഴക്കൊന്നും പറഞ്ഞില്ല. കാരണം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ തീർച്ചയായും ചോദിച്ചിട്ട ഏത് വിഷയത്തിലും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്തൊരു ഗുണമായിരുന്നു. എന്ത് വിഷയത്തിലും എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിരുന്നു. എന്തിനേറെ, നബിയുടെ യുദ്ധരഹസ്യം പോലും റസൂൽ അറിയാതെ ഒരു എഴുത്താക്കി മക്കയിലേക്ക് പറഞ്ഞയച്ച വ്യക്തിയോട് പോലും റസൂൽ ചോദിച്ചത് എന്തായിരുന്നു റീസൺ എന്നാണ് ആദ്യം ചോദിച്ചത്. എന്തിനങ്ങനെ ചെയ്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ള പറയാണ്, സലൂഹുലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്. എന്തിനാണ് ആ വ്യക്തി അങ്ങനെ എല്ലാ സൂറത്തിലും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറില്ല. സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റക്അത്തും ഇഖ്ലാസ് കൊണ്ടല്ല അവസാനിപ്പിച്ചത്. ആ വ്യക്തി അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. അതിന് കുഴപ്പമില്ല. റസൂൽ ചോദിക്കുകയാണ് എന്താണ് കാരണം. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവട്ടെ ഏത് വിഷയങ്ങളിലും. ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ സിഫത്തുകളല്ലേ അത്. അള്ളാഹു ഏകനാണ്, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല, അവന് തുല്യമായ ആരുമില്ല. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന്. അത് വല്ലാത്തൊരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളോട് പോലും സ്നേഹം തോന്നുക. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഫഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അതുകൊണ്ട് തന്നെ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ എനിക്കിഷ്ടമാണ്. കാരണം റബ്ബിൻ്റെ സിഫാത്താണ്. ചില ഉലമാക്കൾ ഈ ഹദീസിനെ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഖുർആൻ മുഴുവൻ അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളാണ്. അപ്പോൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ത് ചെയ്യും? ഖുർആൻ ഓതും. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്ബിറൂ, അയാളെ ചെന്ന് അറിയിച്ചോളൂ. അള്ളാഹുവിൻ്റെ റസൂൽ വഹിയില്ലാതെ പറയൂല. എന്താണ്? അന്നല്ലാഹ യുഹിബ്ബുഹു, അള്ളാഹുവിന് അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, റബ്ബിൻ്റെ സിഫാത്തിനെ ഇഷ്ടപ്പെട്ട് ആ ഭാഗം റിപ്പീറ്റ് ചെയ്ത് ഓതി അള്ളാഹുവിൻ്റെ മഹബത്ത് നേടിയെടുത്തില്ലേ? ഇതേപോലെ നമുക്കും ചെയ്യാൻ കഴിയും. ഇത് ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ ദർസിൽ നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ധാരാളം വിഷയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മനസ്സിലാക്കി അമലാക്കാനും റബ്ബിൻ്റെ ഇഷ്ടം നേടുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.